നമസ്കാരം. രാഹുൽ ഈശ്വർ മെൻസ് കമ്മീഷനെ പറ്റിയൊക്കെ പറയുന്നത് കേട്ടു. സത്യം പറയട്ടെ, ഈ ജയിൽവാസത്തിന് ശേഷം രാഹുൽ ഈശ്വർ വളരെയധികം പക്വത വന്ന ഒരു മനുഷ്യനെ പോലെയാണ് സംസാരിച്ചത്. ഞാനൊരു ഫെമിനിസ്റ്റ് തന്നെയാണ്, എന്ന് വെച്ചാൽ മിതവാദിയായ ഒരു ഫെമിനിസ്റ്റ്. സ്ത്രീകൾക്ക് അവരുടെ അവകാശങ്ങൾ നൽകണം. കാരണം ഞാനൊരു ഹിന്ദു സമൂഹത്തിലാണ് ജനിച്ചത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഹിന്ദു ദേവിമാർക്കൊക്കെ ശക്തിയായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. ആയുധമണിഞ്ഞ ശക്തി, ഒരു അസുരനെ വധിക്കാനായിട്ട് എല്ലാ ആയുധങ്ങളോടും പോകുന്ന ശക്തിയായിട്ടാണ് ഹിന്ദു സംസ്കാരത്തിൽ സ്ത്രീയെ ഉപമിച്ചിരിക്കുന്നത്. അപ്പോൾ സ്ത്രീക്ക് ശക്തി വേണം. പക്ഷേ ഈയിടെയൊക്കെ നടക്കുന്നത്, അവന് ആ ആംഗ്യം കാണിച്ചു, ഈ ആംഗ്യം കാണിച്ചു, ഇല്ലെങ്കിൽ അവനെന്നെ കണ്ണുകൊണ്ടൊന്ന് 10 മിനിറ്റിൽ നോക്കി എന്നൊക്കെ പറഞ്ഞ് ഒരു സ്ത്രീ പരാതി നൽകിയാൽ, അതും നമ്മുടെ മുഖ്യമന്ത്രിക്കും മറ്റുമൊക്കെ നേരിട്ട് കൊണ്ടുവന്ന് പരാതി കൊടുക്കുകയാണ് ഇവിടെ നേരെ ചെയ്യുന്നത്. പുരുഷനെ എങ്ങനെയൊക്കെ അധപതിപ്പിക്കാം, അവൻ്റെ ജീവിതം ഇല്ലാതാക്കാം, ഭാവിയെ ഇല്ലാതാക്കാം എന്നൊക്കെയാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയ മാക്സിമം ശ്രമിക്കുന്നത്. മാപ്രകളോ അത് ഏറ്റെടുക്കും, അത് അന്തിച്ചർച്ചകളായി ചർച്ച ചെയ്യും, അവൻ്റെ ജീവിതം ഇല്ലാതാക്കാൻ ശ്രമിക്കും. പക്ഷേ ചിലരുണ്ട് കേട്ടോ, എത്ര അഗ്നികുണ്ഡത്തിൽ വീണാലും ഫീനിക്സ് പക്ഷിയെപ്പോലെ പറന്നു വരുന്നവർ. അതിലൊന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. നമുക്കറിയാം എത്ര സിനിമാ നടന്മാരെയാണ് അവർ ഇങ്ങനെ പറയുന്ന. ദുബായിലില്ലായിരുന്ന നിവിൻ പോളി എന്ന് പറയുന്ന പാവം ചെറുപ്പക്കാരനെ പറ്റി വരെ അവർ കഥകളുണ്ടാക്കി. മുകേഷിനെ പറ്റി, സിദ്ദിഖിനെ പറ്റി, മമ്മൂക്കയെപ്പറ്റിയും ഇടയ്ക്ക് എന്തൊക്കെയോ കേട്ടു. മമ്മൂക്കയെ നമുക്ക് നന്നായിട്ടറിയാം, വളരെയധികം സുന്ദരമായ ഒരു സംസ്കാരത്തോടു കൂടി, ഒരുപോലെ സമത്വത്തോടെ കൂടി ഒരു വളരെ ഗാംഭീര്യമുള്ള ഒരു പുരുഷൻ. അതായത് മമ്മൂക്ക നമ്മുടെ മുന്നിൽ. പക്ഷേ എന്തോ മോഹൻലാലിന് അധികം ഇവർ കൈവച്ചിട്ടില്ല. ഇപ്പോൾ ദിലീപിനെ പറ്റിയായി. ദിലീപിനെ പ്രതി ചേർക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റ് ഭയങ്കരമായിട്ട് ബഹളം വെച്ചുകൊണ്ട് നടക്കുകയാണ്. എന്തിനാണിതൊക്കെ? സത്യം പറഞ്ഞാൽ ഞാൻ ഒരു പുരുഷൻ്റെ ഭാര്യയാണ്, ഒരു ആൺകുട്ടിയുടെ അമ്മയാണ്, എനിക്കൊരു സഹോദരനുണ്ട്, എനിക്ക് അമ്മാവന്മാരുണ്ട്, എനിക്ക് അച്ഛനുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ ഇടയിൽ ജീവിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, ഇപ്പോൾ ഒരു ഡോക്ടർ ഫോർ എക്സാമ്പിൾ ഒരു പേഷ്യൻറ്റിനെ ഇങ്ങനെ സ്റ്റെത്ത് വെച്ച് ഇങ്ങനെയാണ് സ്റ്റെത്ത്, ഇതാണെങ്കിൽ സ്റ്റെത്ത് ഇങ്ങനെ വെച്ചാണ് നമ്മൾ നോക്കേണ്ടത് ഡോക്ടർ. അപ്പോൾ അത് പീഡനം എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീ പരാതി കൊടുത്താൽ ഒരു കുട്ടിയുടെ ജീവിതം പോയില്ലേ, അവൻ്റെ ജീവിതത്തോട് പിന്നെ അവൻ എന്താണ് അറിയപ്പെടുന്നത്? അതുപോലെ തന്നെ ഒരു സ്കൂളിൻ്റെ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. അതൊരു മുസ്ലിം പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ മൊഴി നൽകിയിട്ടുണ്ട്, അദ്ദേഹമല്ല, അതിനകത്ത് അദ്ദേഹത്തിൻ്റെ യാതൊരു സാക്ഷികളുമില്ല എന്ന്. എന്നിട്ടും അദ്ദേഹം ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ് പോക്സോ കേസിൽ. പോക്സോ അല്ലെങ്കിൽ കുട്ടികളെ പീഡോഫിലിക്കായിട്ടുള്ള എല്ലാവരും വളരെ ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെടണം, അതെൻ്റെ ഒരു ആവശ്യമാണ്. സ്ത്രീയുടെ ശരീരത്തിൽ കൈവയ്ക്കുന്നവൻ്റെ കൈ വെട്ടണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഇല്ലാത്ത കേസുകൾ പറഞ്ഞ് ഇല്ലാത്ത ചാറ്റുകളുണ്ടാക്കി. ഇനി ചാറ്റുമ്പോൾ ഒരു സൈഡ് 2 കൈകളുണ്ടെങ്കിലല്ലേ കൈ കൊട്ടാൻ പറ്റുകയുള്ളൂ. ഒരു കൈ കൊണ്ട് ഇങ്ങനെ കൊട്ടാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ചാറ്റുമ്പോൾ 2 വശത്തും ആൾക്കാരുണ്ടാവും ആ ചാറ്റ്സിൽ. അപ്പോൾ അപ്പുറത്തെ വശത്തെ ചാറ്റ് മൂടി വെച്ചിട്ട് ഇപ്പുറത്തെ വശത്തെ ചാറ്റിലൂടെ അത് എടുത്ത് വെളിയിലേക്ക് ഇടുന്നത് ഒരു വികൃതമായിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ഏത് രീതിയിലും പുരുഷനെ ഒന്ന് അപമാനിച്ച് അവൻ്റെ കുടുംബത്തിൽ നിന്ന് അപമാനിച്ച്, പറ്റുമെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്യട്ടെ എന്നുള്ള രീതിയിലേക്ക് വീഴുകയാണ് ഇന്നത്തെ സമൂഹം. കാരണം മാപ്രകളല്ലേ, മാപ്രകൾ എന്ന് വെച്ചാൽ പെയ്ഡ് മാപ്രകൾ, ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി പെയ്ഡായിട്ട് നിൽക്കുന്ന ഇപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറഞ്ഞ നല്ല സിനിമയെപ്പറ്റി ഓർക്കുകയായിരുന്നു. ഫെമിനിച്ചികളുടെ ഒരു കളിപ്പാട്ടങ്ങളായി മാറുന്ന ചില മാപ്രകളുണ്ട്. അവിടെ അന്തിച്ചർച്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടേ? അതും സെൻസിറ്റീവായിട്ട് എരിവും പുളിയുമുള്ള സബ്ജക്റ്റുകൾ അതിലിവരെയൊക്കെ എടുത്തിടും. അതുകൊണ്ട് തന്നെ നമുക്ക് മെൻസ് കമ്മീഷനും അതുപോലെ തന്നെ പെണ്ണിനും ആണിനും തുല്യനീതി എന്നുള്ള ഒരു നിയമവും ഈ രാജ്യത്ത് വരേണ്ടതുണ്ട്. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ കാര്യം തന്നെ പറയാം. സുരേഷ് ഗോപി RSS ആവട്ടെ, BJP ആവട്ടെ, ഏത് പാർട്ടി ആവട്ടെ, ഈവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു അംഗം പോലും ഒരു പത്രപ്രവർത്തകരുടെ മകളുടെ സ്ഥാനമുള്ള ഒരു പത്രപ്രവർത്തകരെ തോളിൽ തട്ടി അത് പീഡനമാകുമോ? എല്ലാവരുടെയും മുൻപ് വെച്ച് ആരെങ്കിലും എല്ലാവരുടെയും മുൻപ് വെച്ച് പീഡിപ്പിക്കുമോ ജനക്കൂട്ടത്തിൽ വെച്ച്? എന്താ നിങ്ങൾ പറയുന്നത്? അപ്പോൾ
ഇന്നത്തെ കാലത്ത് കുട്ടികൾ, നമുക്കറിയാം കുട്ടികൾ അവരുടെ പെൺകുട്ടികളുടെ ഈസ്ട്രോജൻ ലെവൽ കൂടുതലാണ്, ആൺകുട്ടികളുടെ ടെസ്റ്റോസ്റ്റിറോൺ ലെവലും സാധാരണയിൽ കൂടുതലാണിപ്പോൾ. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഈ ജങ്ക് ഫുഡ്സും അതുമല്ലെങ്കിൽ വളർന്നു വരുന്ന സർക്കംസ്റ്റാൻസസും സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസും ഒക്കെ കൂടെ ആയിരിക്കും. അപ്പോൾ അവർ പക്വത വരാത്ത ഒരു പ്രായത്തിൽ പോലും പല റിലേഷൻസിൽ വരുന്നുണ്ട്. അതിൽ വീഡിയോസ് എടുക്കുന്നുണ്ട്. പക്ഷെ വീഡിയോ എടുക്കുമ്പോഴും പെണ്ണ് സമ്മതിച്ചിട്ടാണ് ഈ ഇവളുടെ ദേഹത്തൊട്ടെങ്കിൽ അതിന് യാതൊരു പ്രശ്നവും അവിടെ കൊടുക്കേണ്ടതില്ല. ഈ മ്യൂച്വൽ കൺസെൻസോടെ വരുന്ന ഒരു ഇതിനെ റേപ്പ് എന്ന രീതിയിൽ നിങ്ങൾ ഇടരുത്. പിന്നെ പോക്സോ കേസിൽ പെൺകുട്ടിക്ക് ഒരു 13-12 വയസ്സാകുന്നതിന് മുൻപേ തന്നെ ഏതൊരമ്മയും ഈ കുട്ടിക്ക് എന്തൊക്കെയാണ് ബാഡ് ടച്ച്, വളരെ ചെറുതിലേ പഠിപ്പിച്ചു കൊടുക്കുന്നു. ബാഡ് ടച്ച് ഇതാണ്, ഫൈൻ ടച്ച് അല്ലെങ്കിൽ ഗുഡ് ടച്ച് ഇതാണെന്നൊക്കെ പഠിപ്പിച്ചാണ് നമ്മൾ വിടുന്നത് അല്ലേ. അപ്പോൾ അത് മാത്രമല്ല, അമ്മയും അച്ഛനും അതുപോലെ സഹോദരനോ സഹോദരിയോ ഉണ്ടെങ്കിൽ അവരും ഈ കുട്ടിയെ വളരെയധികം എല്ലാ രീതിയിലും വീട്ടിൽ നിന്നുള്ള കൗൺസിലിംഗ് കൊടുത്താണ് ഓരോ കുട്ടികളെയും നമ്മൾ വിടുന്നത്, പെണ്ണാണെങ്കിലും ആണാണെങ്കിലും. അങ്ങനെ വരുമ്പോൾ അവൾക്ക് അവളുടെ ആ ഒരു പ്രായം കഴിയട്ടെ, പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് നിൻ്റെ സ്വന്തം കാലിൽ നിൽക്കുമ്പോൾ മാത്രം നിനക്കൊരു റിലേഷനിൽ ഏർപ്പെടാം എന്നുള്ള എല്ലാ ഉപദേശങ്ങളും കൊടുത്താണ് അവർ വിടുന്നത്. എന്നിട്ടും അവരുടെ ഈ സർജ് കാരണം, ഈ ഹോർമോണിൻ്റെ സർജും ഈ കാണുന്ന സിനിമയിലും അതുപോലെ സോഷ്യൽ മീഡിയയിലെ വീഡിയോസിലൊക്കെ കാണുന്ന സർജ് കാരണം ഈ അവരുടെ ഹോർമോൺ സർജ് ഉണ്ടാവുകയും അങ്ങനെ എടുത്തു ചാടി പോകുന്ന കുട്ടികളുണ്ട്. അവരെ തിരിച്ചു കൊണ്ടുവന്ന് അവരെ സുരക്ഷിതരായിട്ട് വീട്ടിലെത്തിക്കുകയും അവർക്ക് വേണ്ട കൗൺസിലിംഗ് കൊടുക്കുകയാണ് വേണ്ടത്. അവരെ ഒരു ഇരയായി കണക്കാക്കി കോടതികൾ തോറും, പോലീസ് സ്റ്റേഷൻ്റെ തോറും കുട്ടിയുടെ എവിടെ തൊട്ടു അവിടെ തൊട്ടു എന്നുള്ള നീചമായ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാതിരിക്കുക. അതുപോലെ തന്നെ ആൺകുട്ടികൾ, നിങ്ങൾ കൗൺസിലിങ്ങിന് കൊണ്ടുപോകുമ്പോഴും ഇല്ലെങ്കിൽ ഒരിടത്ത് കൊണ്ടുപോകുമ്പോഴും ആൺകുട്ടിയും പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. മതപഠനശാലകളിൽ ആണും പെണ്ണും ചിലപ്പോൾ പീഡിപ്പിക്കാം. അത് കാരണം സ്വാമി അല്ലെങ്കിൽ ഉസ്താദ് അല്ലെങ്കിൽ പള്ളിയിലച്ഛൻ അവരൊക്കെ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരാണല്ലോ, അവരുടെ ടച്ചിങ്ങൊന്നും വലിയ ഇതില്ല. അതുകൊണ്ട് ചില മാതാപിതാക്കൾ അത് ഒതുക്കി തീർക്കാൻ നോക്കും. പിന്നെയും അച്ഛനും പാതിരിയും പൂജാരിയും ജ്യോത്സ്യനും ഉസ്താദും അത് തുടർന്നുകൊണ്ടിരിക്കും അല്ലേ. പക്ഷേ അവിടെയൊന്നും നിങ്ങളുടെ കണ്ണെത്തുന്നില്ല, അതൊന്നും ഒരു മാപ്രകളും ചർച്ച ചെയ്യുന്നുമില്ല. ഇവിടെ ചെയ്യുന്ന എന്താണ്? പരസ്പര സമ്മതത്തോടെയുള്ള വിവാഹിതര ബന്ധം അല്ലെങ്കിൽ പ്രണയം, അത് സെക്ഷൽ ഇൻ്റർകോഴ്സിലേക്ക് പോകുന്നതും അവർ പ്രണയിക്കുന്നതും അതിൻ്റെ വീഡിയോസും ചാറ്റുമൊക്കെ എടുത്ത് ഇന്നത്തെ ലോകത്ത് പുരുഷനെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ശിക്ഷിക്കാം എന്നുള്ള നിലവെക്കും. നോക്കൂ, എത്ര പുരുഷന്മാരാണ്. ഇപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞ ഒരു കാര്യമാണ്, അദ്ദേഹം ജയിലിൽ നിന്നിറങ്ങിയപ്പോൾ ചെയ്യാത്ത പോക്സോ കുറ്റത്തിന് വർഷങ്ങളോളം തടവിലിട്ടിരിക്കുന്ന ആൾക്കാരുണ്ടെന്ന്, അദ്ദേഹം അതിനെതിരെ ഫൈറ്റ് ചെയ്യുന്നു. ഞാൻ ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നു. അതിന് ചെയ്യാത്ത കുറ്റത്തിന് ഒരു നിരപരാധിയും ഇവിടെ ഒരു ശിക്ഷ അനുഭവിക്കാൻ പാടില്ല. സ്ത്രീക്കൊപ്പം തന്നെയാണ് പുരുഷൻ. സ്ത്രീ ഇല്ലെങ്കിൽ പുരുഷനില്ല, പുരുഷനില്ലെങ്കിൽ സ്ത്രീയില്ല. നിങ്ങളൊരു കാര്യം ഓർത്ത് നോക്കൂ, നിങ്ങളുടെ ആൺകുട്ടികളെപ്പറ്റി, മക്കളെപ്പറ്റി, നിങ്ങളുടെ സഹോദരനെപ്പറ്റി, നിങ്ങളുടെ ഭർത്താവിനെപ്പറ്റി, നിങ്ങളുടെ പ്രണയനെ പറ്റി അവൻ ഈ കേസിൽ ഏർപ്പെട്ടാൽ എങ്ങനെയിരിക്കും? അപ്പോൾ വേണ്ടേ ഒരു പുരുഷ കമ്മീഷൻ ഇവിടെ വേണം. പുരുഷനും സ്ത്രീക്കും തുല്യ നീതി വേണം. ശിവശക്തി സങ്കല്പമാകട്ടെ നമ്മുടെ മുദ്രാവാക്യം.